അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സൈസ് ഓഫ് ഓപ്പറേറ്റർ. സൈസ് ഓഫ് ഡാറ്റ ടൈപ്പ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് സൈസ് ഓഫ് ഓപ്പറേറ്റർ. അതായത് നമുക്ക് ഇന്റ്, ക്യാരക്ടർ, ഡബിൾ, ഫ്ലോട്ട് അങ്ങനെയുള്ള ഡാറ്റ ടൈപ്സിന്റെ സൈസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ വേരിയബിൾ നെയിം, ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് വിചാരിക്കുക. അപ്പോൾ ആ വേരിയബിൾ നെയിം കൊടുത്തിട്ടും നമുക്ക് സൈസ് ഓഫിന്റെ അകത്ത് കൊടുക്കാൻ പറ്റും. സൈസ് ഓഫിൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ എന്താണ്? സൈസ് ഓഫ് റിട്ടേൺസ് ദി വാല്യൂ ഓഫ് സൈസ്, അതായത് സൈസ് ഓഫ് ഡാറ്റ ടൈപ്പ് ആണ് റിട്ടേൺ ചെയ്യുക. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് സ്പെസിഫയർ %u യൂസ് ചെയ്യാം, %le യൂസ് ചെയ്യാം. പക്ഷെ അതൊക്കെ ഓരോ ആർക്കിടെക്ചറിന് അനുസരിച്ചാണ് യൂസ് ചെയ്യുക. 32 ബിറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ %u, 64 ബിറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ %lu. നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടബിൾ ഡാറ്റ ടൈപ്പ് ആണ് %du. %du നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റും. സൈസ് ഓഫ് ഓപ്പറേറ്ററിന്റെ ഒരു സാമ്പിൾ പ്രോഗ്രാമാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞാൻ സൈസ് ഓഫ് ഇന്റിന്റെ സൈസ് എത്രയാണ് പ്രിന്റ് ചെയ്യുന്നത്, സൈസ് ഓഫ് ഇന്റ്, അതേപോലെ സൈസ് ഓഫ് ഫ്ലോട്ട്, സൈസ് ഓഫ് ക്യാരക്ടർ, സൈസ് ഓഫ് ഡബിൾ, ഇതൊക്കെ നമ്മൾ സൈസ് ഓഫിന്റെ അകത്ത് ഡാറ്റ ടൈപ്പിന് നെയിമാണ് കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, ഡാറ്റ ടൈപ്പിന് നെയിം കൊടുക്കുമ്പോൾ സൈസ് ഓഫിന്റെ തൊട്ട് സൈഡിൽ ബ്രാക്കറ്റ് കൊടുക്കണം. അതായത് സൈസ് ഓഫ് അതിനുശേഷം ബ്രാക്കറ്റ് കൊടുത്തതിന് ശേഷമാണ് ഇന്റ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ സൈസ് ഓഫ് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് കൊടുത്തിട്ടാണ് ഫ്ലോട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡാറ്റ ടൈപ്സിന്റെ നെയിം കൊടുക്കുമ്പോൾ ബ്രാക്കറ്റ് കമ്പൾസറി ആയിട്ട് കൊടുക്കാം. ഈ പ്രോഗ്രാമിന്റെ ജസ്റ്റ് ഔട്ട്പുട്ട് ഞാൻ നോക്കുകയാണ്. ആദ്യം ഞാൻ ആ പ്രോഗ്രാം ജസ്റ്റ് റൺ ചെയ്തു, അതിനുശേഷം ആദ്യം കമ്പയർ ചെയ്തു, അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്തു. അപ്പൊ സൈസ് ഓഫ് ഇന്റ് 4, സൈസ് ഓഫ് ഫ്ലോട്ട് 4, സൈസ് ഓഫ് ക്യാരക്ടർ 1, സൈസ് ഓഫ് ഡബിൾ 8. ഞാൻ ബ്രാക്കറ്റ് കൊടുക്കാണ്ട് ചെയ്തിരിക്കുക. സൈസ് ഓഫ് ഇന്റിന്റെ അവിടെ ഞാൻ ബ്രാക്കറ്റ് കൊടുത്തിട്ടില്ലായിരിക്കുക. ആ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്തു. അതിനുശേഷം ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ആ 4th ലൈനിൽ 4th ലൈനിൽ എറർ കിട്ടുന്നതാണ്. കമ്പയർ ചെയ്താൽ കണ്ട 4th ലൈനിൽ എറർ കിട്ടി. കണ്ട ഇവിടെ ഇന്റാണ് കൊടുത്തിട്ടുള്ളത്, ബ്രാക്കറ്റ് ഇല്ലാണ്ട്. അപ്പൊ അവിടെയാണ് നമുക്ക് എറർ. അപ്പൊ ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എറർ മാറി കിട്ടും. ഇവിടെ ഞാൻ അടുത്തൊരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. കണ്ട ഇവിടെ ഞാൻ ഇന്റ് നം ഈസ് ഈക്വൽ ടു 45, ക്യാരക്ടർ ch is equal to capital A, float num2 is equal to 4.5, double num3 is equal to 5.6. അതിനുശേഷം സൈസ് ഓഫ് ഓപ്പറേറ്റർ വേരിയബിളിന്റെ നെയിം എങ്ങനെ യൂസ് ചെയ്യാനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ വേരിയബിൾ നെയിം നമ്മൾ കൊടുക്കുമ്പോൾ സൈസ് ഓഫ് കൊടുക്കുക, അതിനുശേഷം വേരിയബിളിന്റെ നെയിം ജസ്റ്റ് പ്രൊവൈഡ് ചെയ്താൽ മതി. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വേരിയബിളിന്റെ നെയിം ജസ്റ്റ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രാക്കറ്റ് കൊടുത്തിട്ടും പ്രൊവൈഡ് ചെയ്യുക. അതായത് ഇവിടെ കണ്ട ഞാൻ ഈ 2 വേരിയബിളിന് ജസ്റ്റ് ബ്രാക്കറ്റ് കൊടുക്കുകയാണ്. മേലത്തെ 2 വേരിയബിളിന് ഞാൻ ബ്രാക്കറ്റ് കൊടുത്തിട്ടില്ല. ഒന്നെങ്കിൽ ബ്രാക്കറ്റ് കൊടുത്തിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ബ്രാക്കറ്റ് കൊടുക്കാണ്ടും ചെയ്യാം, യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ അത് വേരിയബിൾ നെയിം കൊടുക്കുമ്പോൾ അങ്ങനത്തെ ബ്രാക്കറ്റിന്റെ പ്രശ്നമില്ല. ബ്രാക്കറ്റ് കൊടുക്കാണ്ടും ചെയ്യാം, ബ്രാക്കറ്റ് കൊടുത്തിട്ടും ചെയ്യാം. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക? ഇവിടെ നം എന്ന വേരിയബിൾ ആണ്. നം എന്ന വേരിയബിൾ ഇന്റീജർ ആണ്. അപ്പൊ ആദ്യത്തിൽ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക 4 ബൈറ്റ് എന്നായിരിക്കും കിട്ടുക. അടുത്തത് എന്താ? ക്യാരക്ടർ ch ആണ് കൊടുത്തിട്ടുള്ളത്. ch വേരിയബിൾ ക്യാരക്ടർ ആണ്. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് 1 ബൈറ്റ് എന്ന് കിട്ടും. നം എന്ന വേരിയബിൾ ഫ്ലോട്ട് ആണ്. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് 4 ബൈറ്റ് എന്ന് കിട്ടും. ഡബിൾ എന്ന വേരിയബിൾ ആണ്. ഡബിൾ എന്ന വേരിയബിൾ ആയതുകൊണ്ട് ഇതിന്റെ സൈസ് 8 ബൈറ്റ് കിട്ടും. GCC കമ്പൈലർ നമ്മുടെ പ്രോഗ്രാം ജസ്റ്റ് റൺ ചെയ്ത് നോക്കി നോക്കാം. അപ്പൊ ആദ്യം ഞാൻ കമ്പൈൽ ചെയ്യാണ് GCC program.c. അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് എത്ര കിട്ടും? നം സൈസ് is equal to 4, ക്യാരക്ടർ എന്താ ch സൈസ് is equal to 1, num2 സൈസ് 4, num3 സൈസ് is equal to 8. അങ്ങനെയാണ് നമ്മൾ വേരിയബിൾ നെയിം ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുക. ഒന്നെങ്കിൽ ബ്രാക്കറ്റ് കൊടുക്കാണ്ടും പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രാക്കറ്റ് കൊടുത്തിട്ടും പ്രൊവൈഡ് ചെയ്യുക. ഇവിടെ ഞാൻ സൈസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. സൈസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് സൈസ് ഓഫ് 4.5, അതായത് സൈസ് ഓഫിന്റെ അകത്ത് ഞാൻ ജസ്റ്റ് ഒരു വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ വാല്യൂ എന്തിട്ടാണ്? ഫ്രാക്ഷണൽ പോയിന്റ് ഉള്ള വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സിസ്റ്റത്തിന് ഫ്രാക്ഷണൽ വാല്യൂസ്, അതായത് പോയിന്റ് വാല്യൂസ് 4.5, 3.7 അങ്ങനെ വാല്യൂസ് കൊടുക്കുമ്പോൾ അത് ഡീഫോൾട്ട് ആയിട്ട് ഡബിൾ വാല്യൂസ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഇവിടെ നമുക്ക് സൈസ് കിട്ടുക ഡബിളിന്റെ നമ്മുടെ സിസ്റ്റത്തിലെ സൈസ് എത്രയായിരിക്കും? അതാണ് നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടുക. നമ്മുടെ സിസ്റ്റത്തിൽ ഡബിളിന്റെ സൈസ് എത്രയാണ്? 8 ബൈറ്റ് ആണ്. അപ്പൊ ഇവിടെ ഔട്ട്പുട്ട് എത്ര കിട്ടുക? 8 ബൈറ്റ് എന്നായിരിക്കും. അപ്പൊ ഈ പ്രോഗ്രാം ജസ്റ്റ് ഞാൻ സേവ് ചെയ്യുക, അതിനുശേഷം ജസ്റ്റ് ആദ്യം കമ്പയർ ചെയ്യുക, അതിനുശേഷം അതിന്റെ ഔട്ട്പുട്ട് കൊടുക്കുക. സൈസ് is equal to 8 എന്നാണ് കിട്ടിയത്. ഇനി 4.5 വരെ ജസ്റ്റ് 4 എന്നാണ് കൊടുക്കുന്നത്. നമ്മുടെ സിസ്റ്റത്തിൽ ജസ്റ്റ് ഒരു വാല്യൂ 4 അങ്ങനെ എഴുതാണെങ്കിൽ അത് ഇന്റിജർ വാല്യൂ ആയിരിക്കും. അത് ഡീഫോൾട്ട് ആയിട്ട് ഇന്റിജർ വാല്യൂ ആയിരിക്കും. ഇന്റിജർ വാല്യൂന്റെ നമ്മുടെ സിസ്റ്റത്തിൽ സൈസ് എത്രയാണ്? 4 ബൈറ്റ് ആണ്. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എത്ര കിട്ടുക? സൈസ് ഓഫ് 4ന്റെ സൈസ് ഓഫ് 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് 4 ബൈറ്റ് കിട്ടുക. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് ജസ്റ്റ് കിട്ടണമെങ്കിൽ ആദ്യം കമ്പയർ ചെയ്യുക, അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്ത് സൈസ് ഓഫ് 4 കിട്ടും. അപ്പൊ ഇവിടെ ഞാൻ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ബ്രാക്കറ്റ് കൊടുക്കാണ്ട് ചെയ്യാൻ പറ്റും. അതായത് സൈസ് ഓഫ് 4 ജസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. സൈസ് ഓഫ് കഴിഞ്ഞിട്ടൊരു സ്പേസ് വേണം മാത്രം. ഞാൻ ജസ്റ്റ് ഈ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്തു, അതിനുശേഷം ഞാൻ ജസ്റ്റ് കമ്പൈൽ ചെയ്യാണ് GCC program.c. അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ സൈസ് ഓഫ് 4 കിട്ടി. ഇനി അതേപോലെ തന്നെ 4.8 അങ്ങനത്തെ വാല്യൂസ് കൊടുക്കുമ്പോഴും ഇവിടെ സീനില്ല. നമുക്ക് ബ്രാക്കറ്റ് കൊടുക്കണമെന്ന് യാതൊരു പ്രശ്നമില്ല. ബ്രാക്കറ്റ് കൊടുത്തും ചെയ്യാം, അല്ലെങ്കിൽ ബ്രാക്കറ്റ് കൊടുക്കാണ്ട് ചെയ്യാം. കാരണം ഇവിടെ നമുക്ക് സൈസ് ഓഫ് ഈക്വൽ ടു 8 എന്ന് കിട്ടി. ഇനി സൈസ് ഓഫ് 4.9 പകരം ക്യാരക്ടർ വാല്യൂസ് കൊടുക്കണമായിരിക്കുക. ക്യാരക്ടർ വാല്യൂസ് ഞാൻ ക്യാപിറ്റൽ A കൊടുത്തു വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക? അവിടെ ക്യാരക്ടർ ആണ് കൊടുത്തിട്ടുള്ളത്. ക്യാരക്ടർ കൊടുത്തോണ്ട് സൈസ് 1 ബൈറ്റ് എന്ന് കിട്ടാനായിരിക്കും.
പക്ഷെ ആക്ച്വലി ഈ ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് ആസ്കി വാല്യൂ ആണ്. ആക്ച്വലി ഈ എ സ്റ്റോർ ചെയ്യുന്നത് ആസ്കി വാല്യൂ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. ആസ്കി വാല്യൂ ഓഫ് എ പറഞ്ഞ എത്രയാണ്? ആസ്കി വാല്യൂ ഓഫ് എ എന്ന് പറഞ്ഞാൽ 65 ആണ്. അപ്പൊ 65 പറഞ്ഞാൽ ഒരു ഇന്റിജർ വാല്യൂ ആണ്. 65 പറഞ്ഞാൽ ഒരു ഇന്റിജർ വാല്യൂ ആണ്. അപ്പൊ നമ്മുടെ ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടുക ഇന്റിജറിന്റെ സൈസ് എത്രയാണോ അതാണ് കിട്ടുക. ഇന്റിജറിന്റെ സൈസ് നമ്മുടെ സിസ്റ്റത്തിൽ 4 ബൈറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടുക 4 ബൈറ്റ് ആണ്. ഇവിടെ ആക്ച്വലി എ എന്ന ക്യാരക്ടറാണ് കൊടുത്തിട്ടുണ്ടെങ്കിലും എ എന്ന വാല്യൂസ് നമ്മുടെ സിസ്റ്റത്തിൽ എല്ലാ ക്യാരക്ടേഴ്സും ആസ്കി വാല്യൂസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. ആസ്കി വാല്യൂസ് ഓഫ് എ പറഞ്ഞാൽ 65 ആണ്. 65 ഒരു ഡെസിമൽ വാല്യൂ ആണ്. അപ്പൊ നമുക്ക് സൈസ് ഓഫിന്റെ അകത്ത് ക്യാരക്ടേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും സ്റ്റോർ ചെയ്യുന്നത് ഇന്റിജർ ആയിട്ടായതുകൊണ്ട് ആസ്കി എന്താ ഡെസിമൽ വാല്യൂസ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടുക ഇന്റിജറിന്റെ സൈസ് നമ്മുടെ സിസ്റ്റത്തിൽ എത്രയാണോ അതാണ് കിട്ടുക. നമ്മുടെ ഈ GCC കമ്പനി ആയതുകൊണ്ട് അതിൽ 4 ബൈറ്റ് എന്നാണ് അതിന്റെ ഔട്ട്പുട്ട് കിട്ടുക. അപ്പൊ ഈ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കിയാൽ കമ്പൽ ചെയ്യുക. അതിലേക്ക് കമ്പൽ ചെയ്യുക. ഇവിടെ ഞാൻ ഇതൊന്നും കമന്റ് ഇട്ടിട്ടില്ല കേട്ടോ, സോറി. ജസ്റ്റ് ഇവിടെ കമന്റ് ആക്കി കൊടുക്കണം, അതുകൊണ്ടാണ് അവിടെ എറർ കിട്ടിയത്. ഇനി ഞാൻ ജസ്റ്റ് കമ്പൽ ചെയ്യണം. കമ്പൽ ചെയ്തു. അതിനുശേഷം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈസ് ഈസ് ഈക്വൽ ടു 4 കിട്ടി. ഇവിടെ ക്യാരക്ടർ ആണ് കൊടുത്തിട്ടില്ലെങ്കിലും അതിന് സൈസ് 4 കിട്ടി. ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് കൊടുത്തിട്ടും ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ ബ്രാക്കറ്റ് കൊടുക്കാണ്ടും ചെയ്യാൻ പറ്റും.